Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin ala ali Muhammad. നമുക്കിന്ന് സൂറത്തു ഹൂദിലെ 47-ാമത്തെ സൂക്തം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب إني أعوذ بك أن أسألك ما ليس لي به علم وإلا تغفر لي وترحمني أكن من الخاسرين. قال നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി എൻ്റെ നാഥ, ഇനി തീർച്ചയായും ഞാൻ അഊദു ബിക നിന്നോട് കാവലിനെ ചോദിക്കുന്നു, ശരണം തേടുന്നു, അൻ അസ്അലക ഞാൻ ചോദിക്കുന്നതിൽ നിന്ന്, മാ ഒരു കാര്യത്തെ, ലൈസലി എനിക്കില്ല, ബിഹി അത് സംബന്ധമായി ഇൽമുൻ ഒരറിവുമില്ല, വ ഇല്ലാ തഗ്ഫിർ ലീ നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനി എന്നോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, അകും മിനൽ ഖാസിരീൻ ഞാൻ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകുമല്ലോ എന്നോട് അർത്ഥം പറയാം. ഖാല നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി എൻ്റെ രക്ഷിതാവേ, എൻ്റെ നാഥ, ഇനി തീർച്ചയായും ഞാൻ അഊദു ബിക നിന്നോട് കാവലിനെ ചോദിക്കുന്നു, അൻ അസ്അലക ഞാൻ ചോദിക്കുന്നതിൽ നിന്നും, മാ ഒരു കാര്യത്തെ, ലൈസ ലീ എനിക്കില്ല, ബിഹി അത് സംബന്ധമായി ഇൽമുൻ ഒരറിവുമില്ല, വ ഇല്ലാ തഗ്ഫിർ ലീ നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വ തർഹംനി എന്നോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ, അക്കുൻ ഞാനായിപ്പോകും, കാനാന്നുള്ളതിൻ്റെ അതാണ് അക്കുൻ ഞാനായിത്തീരും, മിനൽ ഖാസിരീൻ നഷ്ടപ്പെട്ടവർ. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ മകൻ്റെ കാര്യം അള്ളാഹുവിനോട് പറയുകയായിരുന്നു. 37-ാമത്തെ സൂക്തത്തിൽ നമ്മൾ പഠിച്ചു, അക്രമികളുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിക്കരുത്. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് അഭ്യർത്ഥിക്കുന്ന, അള്ളാഹ് എൻ്റെ മകൻ എൻ്റെ പുത്രൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പുത്രനിലുള്ള പ്രതീക്ഷ പുലർത്തുകയാണ്. അപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത്, അവൻ അമലുൻ ഗൈറു സാലിഹാണ്, അവനിൽ നിന്ന് നല്ല കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല, അതുകൊണ്ട് അവൻ മരണപ്പെടേണ്ടവനാണ് എന്ന് അല്ലാഹു തആല തീരുമാനിക്കുകയും വിധിക്കുകയും അത് നൂഹ് നബി അലൈഹിസ്സലാമയെ അറിയിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഒരു അബദ്ധമായി പോയല്ലോ എന്ന് നൂഹ് നബി അലൈഹിസ്സലാമക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല, അള്ളാഹിനോടൊരു ആവശ്യം ഉന്നയിച്ചതാണ്, അള്ളാഹുവിനോടെ മുമ്പിൽ ഒരു അഭ്യർത്ഥന വെച്ചത്, അള്ളാഹ് എൻ്റെ മകനല്ലേ, ഓ എൻ്റെ കുടുംബമല്ലേ, നീ പറഞ്ഞത് ശരിയും സത്യവുമാണല്ലോ, അപ്പം എൻ്റെ മകൻ രക്ഷപ്പെടില്ലേ, എൻ്റെ മകനെ നീ മുങ്ങി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തില്ലേ എന്നൊരു അഭ്യർത്ഥന അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ അള്ളാഹ് അതിന് പറഞ്ഞ മറുപടിയാണല്ലോ, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് അവൻ നല്ലതല്ലാത്ത പ്രവർത്തനമാണ്, അഥവാ അത്രയും ചീത്ത പ്രവർത്തനമേ അവനിൽ നിന്നുണ്ടാകൂ. അതുമാത്രമല്ല, ഞാൻ ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ നിനക്ക് അറിവില്ലാത്ത കാര്യം എന്നോട് ചോദിക്കുക. നിൻ്റെ മകൻ ആരായിരുന്നു എന്നും നിൻ്റെ മകൻ ഇനി എന്തായിരിക്കുമെന്നുമൊക്കെ അറിയുന്നവൻ അള്ളാഹുവാണ്. അത് നിനക്കറിയില്ല. നിനക്ക് നിൻ്റെ മകനാണ് എന്ന കുടുംബബന്ധം അത് ശരി, അത് നിൻ്റെ പുത്രനാണെന്നുള്ളത് ശരി, പക്ഷേ യഥാർത്ഥത്തിൽ നിൻ്റെ അഹ്ലല്ല, നിൻ്റെ ആദർശ ബന്ധുവല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നൂഹ് നബി അലൈഹിസ്സലാമയെ തിരുത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി അഅ്ലുക അൻ തകൂ അള്ളാഹു പറഞ്ഞു, നീ വിഡ്ഢികളിൽ പെട്ടുപോകരുത്, വിവരക്കേട് പറയുകയും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടാൻ പാടില്ല എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ പഠിച്ചു. അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു താക്കീത് കൂടിയാണല്ലോ. വല അഅ്ലുക അൻ തകൂന മിനൽ ജാഹിലീൻ നീ ജാഹിലീങ്ങളിൽ പെട്ടുപോകരുതെന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മളെ മക്കൾ നമ്മളോട് പറയാണ്, ഒരു അബദ്ധം പറഞ്ഞാൽ അത് വാപ്പാക്കറിയാം അവൻ പറയുന്നത് വിഡ്ഢിത്തമാണെന്നും അപകടമാണെന്നും അബദ്ധമാണെന്നും.
അപ്പോൾ നമ്മൾ പറയും ഈ പറയുന്നത് മഹാ അബദ്ധമാണ് കേട്ടോ, അബദ്ധമാണ്. ആ വാപ്പാക്ക് അനുഭവത്തിൽ നിന്ന് അറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ മകനത് മനസ്സിലാക്കണം. ഇവിടെ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ അടിമകൾ ഇതിലൊരാൾ, അദ്ദേഹം ഉടനെ അത് ഉൾക്കൊള്ളുകയാണ്. നൂഹ, നീ വിഡ്ഢികളിൽ വിവരക്കേട് പറയുന്നവരിൽ കാണിക്കുന്നവരിൽ പെട്ടുപോകരുത് എന്ന് പറഞ്ഞ നൂഹ് നബി അലൈഹി സ്വലാമക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതൊരു വീഴ്ചയാണ്, ഞാനത് പറയാൻ പാടുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ അദ്ദേഹം അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക, ഇനി ഔദുബിക്ക, ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, അസ്അലക, നിന്നോട് ചോദിക്കുന്നതിൽ നിന്നും കാവലിനെ ചോദിക്കുകയാണ്. മാ ലൈസ ലീ ബിഹി ഇൽമുൻ, എനിക്കറിയില്ലാത്ത കാര്യം. അപ്പോൾ മകൻ എന്താകും ഇനി എന്നത് അറിയാൻ ആർക്കാണ്? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തക്കാളി അന്നേരം പറഞ്ഞല്ലോ, ഒരു തക്കാളി കേടുന്ന അവിടെ ചെത്തിയിടുന്നതിന് അവിടെ അപ്പം ചെത്തിയിട്ടിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ബാക്കി കൂടിയും കേടുവരും. അപ്പോൾ ആ ചെത്തിയിട്ട തക്കാളിൻ്റെ കാര്യത്തിൽ ഖേദിക്കേണ്ട ആവശ്യമില്ല, കാരണം ബാക്കിയെ നന്നാക്കിയെടുക്കാനാണ്. ഈ മകൻ ഈ കൂട്ടത്തിൽ കയറിയാൽ സംഭവിക്കുക എന്തായിരിക്കും? ബാക്കിയുള്ളവരും കൂടി അവൻ വഴികേടിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് അല്ലാഹു തആല അത് നീ അബദ്ധം പറയരുത് എന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചതും പറഞ്ഞതും അബദ്ധമായി. അപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക, അള്ളാഹ് ഇങ്ങനെ അറിവില്ലാത്ത കാര്യം ഞാൻ പറയേണ്ടി വന്നതിൽ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. നമ്മൾ കാവലിനെ ചോദിക്കണം. പറയേണ്ട സന്ദർഭത്തിൽ എന്തെങ്കിലും വിഡ്ഢിത്തൊക്കെ പുലമ്പുക, അങ്ങനെ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, അത് നമ്മളടുത്തും പറ്റും. ഒരു സഭയിൽ പറയാൻ പാടില്ലാത്ത ഒരു വിഷയം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തൊരു വർത്തമാനം, എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം നാവിൽ വരിക. ഒരു പ്രധാന സദസ്സ്, ഒരു കല്യാണാലോചന അങ്ങനെ നടക്കുകയാണ്, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ഒരു നിശ്ചയ ചടങ്ങ് നടക്കുകയാണ്. വളരെ കാര്യത്തോടു കൂടിയും ഗൗരവത്തോടു കൂടിയും സംസാരിക്കേണ്ട ഒരു വിഷയമല്ലേ അത്. അപ്പം നമ്മൾ ഈ ബന്ധുവാകാൻ പോകുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധം പറഞ്ഞാൽ നമ്മളെ പറ്റി അയാളെന്ത് ധരിക്കുക അല്ലേ? അപ്പം നാവിനെ വളരെ സൂക്ഷിക്കണം. നമ്മൾ പറയേണ്ട സഭയിൽ പറയേണ്ട സന്ദർഭത്ത് പറയേണ്ടത് മാത്രമേ പറയാവൂ. അല്ലാതെ നമ്മൾ സുഹൃത്തുക്കൾ കാണുമ്പോൾ പല തമാശകളൊക്കെ പറയും, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ പറയും. അതേമാതിരി അല്ലല്ലോ ഒരു സഭയിലും ഒരു സദസ്സിലും. അള്ളാഹുവിനോട് അങ്ങനെ കളിയാക്കി എന്തെങ്കിലും പറയാൻ പാടുണ്ടോ? തമാശ എന്തെങ്കിലും പറയാൻ പാടുണ്ടോ? അബദ്ധം പറയാൻ പാടുണ്ടോ? അബദ്ധം പറ്റിയാൽ ഉടനെ പറഞ്ഞു എന്ന് തോന്നിയ ഉടനെ എന്ത് വേണം? അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. ഇവിടെ അതാണ് നൂഹ് നബി അലൈഹി സ്വലാം അത് ഉടനെ അംഗീകരിക്കുകയാണ്. അള്ളാഹ് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, ഞാൻ ചോദിക്കുന്നതിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു, കാവലിനെ തേടുക്കും. മാ ലൈസ ലീ ബിഹി ഇൽമുൻ, എനിക്കറിയില്ലാത്ത കാര്യം, കാരണം മകൻ്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണെന്ന് അദ്ദേഹം ഉടനെ തിരിക്കുക. വഇല്ലാ തഗ്ഫിർ ലി, നീ എനിക്ക് പുറത്തു തന്നിട്ടില്ല. എൻ്റെ ഭാഗത്ത് പ്രവാചകനാണ്, എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായ വീഴ്ചയിൽ നീ എനിക്ക് പുറത്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അകും മിനൽ ഖാസിരീൻ. ഖാസിരീൻ ഖസിറാന പരാജയപ്പെട്ടു, നഷ്ടപ്പെട്ടു എന്നൊക്കെ അർത്ഥമുണ്ട്. ഞാൻ പരാജയപ്പെട്ടവരിൽ അല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടവരിൽ വിട്ടുപോകും. ഇതേമാതിരി ഒരു പ്രാർത്ഥന ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൂറത്ത് അറാഫ് 23-ാമത്തെ ആയത്തിൽ. അതെന്താണ്? അവിടെ ബഹുവചനാണ്. റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന തഗ്ഫിർ ലീ വതർഹംനി. നൂഹ് നബി അലൈഹിസ്സലാം സ്വന്തം കാര്യമാണ് പറഞ്ഞത്, അവിടെ ഭാര്യയും കൂടിയുണ്ട്. റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതേ കാര്യം ഇവിടെ ഏകവചനത്തിൽ പറഞ്ഞു, വഇല്ലാ തഗ്ഫിർ ലീ, നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനി, കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, അകും മിനൽ ഖാസിരീൻ, ഞാൻ നഷ്ടപ്പെട്ടവരിൽ അല്ലെങ്കിൽ പരാജയപ്പെട്ടവരിൽ ഉൾപ്പെട്ടത് തന്നെ ആയി ഉൾപ്പെടും. അതുകൊണ്ട് എന്നോട് നീ പൊറുക്കണം, എന്നോട് കരുണ കാണിക്കണം. മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊന്നുകൂടി അർത്ഥം പറഞ്ഞ അർത്ഥം. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എൻ്റെ നാഥ, അല്ലെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു, നാഥ, ഇന്നീ, തീർച്ചയായും ഞാൻ അഊദു ബിക, നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ഇങ്ങനെ നമ്മൾ കാവലിനെ ചോദിക്കേണ്ട ചില വർത്തമാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ്? മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ കാവലിനെ ചോദിച്ചല്ലോ, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. സൂറത്ത് അൽ ബഖറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നീ വിഡ്ഢിത്തം പറയുകയാണോ മൂസ, എന്താ നീ പറയണത് എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, വിവരക്കേട് പറയുന്നതിൽ അല്ലെങ്കിൽ വിവരദോഷികളിൽ പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മറിയം ബീവി കാവലിനെ ചോദിക്കുന്നു, ഇനി അഊദു ബിക ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ മറിയം ബീവി ഒറ്റക്ക് താമസിക്കുന്നിടത്ത് വന്നപ്പോൾ നിന്റെ വിഷയത്തിൽ നീ മുത്തഖിയാണെങ്കിൽ
അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞൊരു വചനം സൂറത്ത് മറിയമിലൊരു പ്രാർത്ഥന സൂറത്ത് മറിയമിൽ അള്ളാഹു താല എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അഅറാഫിൽ തന്നെ സൂറത്ത് ആല ഇമ്രാനിൽ 36-ാമത്തെ ആയത്തിൽ മറിയം ബീവിയെ സംബന്ധിച്ചുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. വ ഇന്നി ഉഈദുഹാ ബിക വ ദുർരിയ്യതഹാ മിനശ് ശൈത്വാനിർ റജീം. സക്കരിയ നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയാണത്. അവൾക്കും അവളുടെ കുടുംബത്തിനു വേണ്ടി ഞാൻ നിന്നോട് പിശാചിൽ നിന്ന് അഭയം തേടുകയാണ് എന്ന സൂറത്ത് ആല ഇമ്രാനിൽ ഒരു പ്രാർത്ഥന ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൽ വന്നിരിക്കുന്ന പ്രാർത്ഥനകൾ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കണം. പടച്ചോനെ വിഡ്ഢിത്തം പറയുന്നതിൽ നിന്നും ചെയ്യുന്നതിൽ നിന്നുമൊക്കെ എന്നെ നീ കാക്കണം, അബദ്ധം പ്രവർത്തിക്കുന്നതിൽ നിന്ന് കാവൽ വേണം, പിശാചിൽ നിന്ന് മക്കളെ കാക്കണം തുടങ്ങിയ പ്രാർത്ഥനകൾ നമ്മിൽ നിന്നുണ്ടാകണം. ഖാല റബ്ബി ഇന്നി അഊദു ബിക അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽമുൻ. എനിക്ക് അറിവില്ലാത്ത കാര്യം നിന്നോട് ചോദിക്കുന്നതിൽ ഞാൻ നിന്നിൽ ശരണം തേടുന്നു. വ ഇല്ലാ തഗ്ഫിർ ലീ, നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വ തർഹംനി, എന്നോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, അകും മിനൽ ഖാസിരീൻ, ഞാൻ പരാജയപ്പെട്ടവരിൽ പെടുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെട്ടവരിൽ ഉൾപ്പെടാതെ വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.